പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോസിന്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിന് പ്രസക്തിയും പ്രാധാന്യവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലങ്ങളിൽ ഓരോ വ്യക്തിയും ഏറെക്കുറെ സ്വന്തം വീട്ടിലോ ഗ്രാമത്തിലോ പരമാവധി അതാത് ജില്ലകളിലോ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്ഥിതിയായിരുന്നുവെങ്കിൽ ഇന്ന് അതല്ല അവസ്ഥ. ഭൂരിഭാഗം വ്യക്തികളും സ്വന്തം ജന്മസ്ഥലത്ത് എന്നതുപോലെ ആഗോളതലത്തിൽ ബന്ധപ്പെടുകയും ഓരോരുത്തരുടെയും കഴിവുകളും ബുദ്ധിയും ജന്മസിദ്ധികളുമൊക്കെ ഒരു വലിയ ജനവിഭാഗം അറിയുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിലാണ് നാം ജീവിക്കുന്നത്. ഗ്ലോബൽ വില്ലേജ് എന്നത് ഇന്ന് വെറും ആലങ്കാരിക പ്രയോഗമല്ല, അത് യാഥാർത്ഥ്യമാണ്. വരും നാളുകളിൽ അടുത്ത തലമുറകൾ ഇന്നുള്ളതിനേക്കാൾ എത്രയോ അധികമായി ലോകരാജ്യങ്ങളും അവിടങ്ങളിലെ മനുഷ്യരുമായി ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന് മേഘനായി സ്വന്തം ലോകത്ത് മാത്രം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം മനുഷ്യൻ ആത്യന്തികമായി സമൂഹ ജീവിയാണ്. ഏതൊരു വ്യക്തിയുടെയും ചിന്തകളും കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും കഴിവുകളും ഒക്കെ മറ്റുള്ളവരെ കൂടി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്റെയും സ്വഭാവ ഗുണത്തിനും ദോഷത്തിനും ഏറെ പ്രസക്തിയുണ്ട്. ഒരാൾ തെറ്റായ ചിന്തകളോ നിലപാടുകളോ അറിവോ മതി ഒരു ജനതയെ മുഴുവനും നശീകരണാവസ്ഥയിലെത്തിക്കാൻ. അത്തരത്തിലുള്ള ധാരാളം വ്യക്തികളും സംഭവങ്ങളും ഇതിന് ഉദാഹരണങ്ങളായി ചരിത്രത്തിലുണ്ട്. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന്റെ പിള്ളത്തൊട്ടിൽ അവരുടെ ഭവനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സ്വന്തം ഭവനങ്ങളിൽ, ഈ കുട്ടികൾ കടന്നു പോകുന്ന വഴികൾ, ജീവിത അനുഭവങ്ങൾ, അവർക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ, പഠിച്ചെടുക്കുന്ന മൂല്യങ്ങൾ എന്നിവയൊക്കെ ഏറെ പ്രധാനപ്പെട്ടതും വരും നാളുകളിൽ ലോകത്തെ പോലും നിയന്ത്രിക്കാൻ പ്രാപ്തവുമാണ്. തന്മൂലം നല്ല രീതിയിലുള്ള സ്വഭാവ രൂപീകരണം നടക്കേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കളും സ്കൂൾ അധികൃതരും പൊതുസമൂഹം തന്നെയും ഗൗരവത്തിലെടുക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഒരു മേഖലയാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം. കാരണങ്ങൾ പലതാകാം. നാം കൊടുക്കുന്ന പ്രാധാന്യം മറ്റു പലതിനുമാണ്. പഠനത്തിൻ്റെ ഉന്നതിയും ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുന്ന മാർക്കുമാണ് ഏവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന അഥവാ കൺസേൺ. വളരെ വലിയ മാത്സര്യ മേഖലയാണ് ഇന്നത്തെ കുട്ടികൾക്ക് മുമ്പിലുള്ളത്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നതുപോലെയാണ് കാര്യങ്ങൾ. നല്ല സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം ഭാവി ജീവിതത്തിൻ്റെ നാഴികക്കല്ലാണ്. അതുകൊണ്ട് പരമാവധി മാർക്ക് വാങ്ങുക, കൂടുതൽ മെച്ചപ്പെട്ട റാങ്ക് സ്വന്തമാക്കുക എന്നതൊക്കെയാണ് മക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഒരു പരിധിവരെ അധ്യാപകരുടെയും സ്കൂളുകളുടെയും മുൻഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി. അത് നിരന്തരമായ പോരാട്ട വഴിയാണ്. ആ പോരാട്ടത്തിൽ ആരൊക്കെ വിജയിക്കും, ആരൊക്കെ സഹപാഠികളുടെ മുന്നേറ്റത്തിൽ പരാജിതരാകും, ആർക്കൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരു കാലത്ത് കേരള പാഠാവലിയുടെ 10ാം ക്ലാസ് പരീക്ഷയിൽ 600-ൽ 480 മാർക്ക് അഥവാ ഹൈ ഡിസ്റ്റിങ്ഷൻ എന്നത് വളരെ ചുരുക്കം കുട്ടികൾക്കാണ് കിട്ടിയിരുന്നത്. ഇന്നാകട്ടെ 590 മാർക്ക് പോലും വലിയ മാർക്കായി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പരമാവധി മാർക്കിൽ കുറഞ്ഞതൊന്നും ഭൂരിഭാഗം രക്ഷിതാക്കളും അവരുടെ മക്കളും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് മാർക്കിനാണ് പ്രഥമ പരിഗണന. തന്മൂലം മക്കളുടെ സ്വഭാവ രൂപീകരണത്തിന് മാതാപിതാക്കളാകട്ടെ, അധ്യാപകരാകട്ടെ, സ്കൂൾ അധികൃതരാകട്ടെ, ഭരണകർത്താക്കളാകട്ടെ ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. മക്കളുടെ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിനും വലിയ സ്വാധീന ശക്തിയുള്ളത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. കാരണം സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് പ്രസവാനന്തരമുള്ള ആദ്യ വർഷങ്ങളാണ്. മനഃശാസ്ത്രജ്ഞർ പറയുക, ഒരു കുട്ടിയുടെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നു എന്നാണ്. മാതാപിതാക്കൾ കാത്തു സൂക്ഷിക്കുന്ന ജീവിത മൂല്യങ്ങൾ, ആദർശങ്ങൾ, അവർ മക്കൾക്ക് പകർന്നു നൽകുന്ന ജീവിത സാക്ഷ്യങ്ങൾ തുടങ്ങി അവർ ചെയ്യുന്ന, പറയുന്ന, വിശ്വസിക്കുന്ന എന്തും ഏതും മക്കളെ സ്വാധീനിക്കും. മാതാപിതാക്കൾ എന്താണോ അത് തന്നെയോ അതുപോലെയോ ആയിരിക്കും മക്കളും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓരോരുത്തരുടെയും ഈശ്വര വിശ്വാസം. മാതാപിതാക്കൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ അത് തന്നെയായിരിക്കും മക്കളും അനുകരിക്കുക. 2 വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ മക്കളുടെ വിശ്വാസത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലും അതിൻ്റെ അനിശ്ചിതത്വം പ്രതിഫലിക്കും. ഇത് തന്നെയാണ് സ്വഭാവ രൂപീകരണത്തിന്റെ കാര്യത്തിലും. വളർന്നു വരുന്ന മക്കളുടെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്? ചില പ്രത്യേക സാഹചര്യങ്ങളിലോ പ്രതിസന്ധികളിലോ ഏത് രീതിയിലാണ് മക്കളെ സ്വാധീനിക്കേണ്ടത്, അവരുടെ സ്വഭാവത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്നൊന്നും പല മാതാപിതാക്കൾക്കും ചിലപ്പോൾ അധ്യാപകർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. അതിനാൽ കൂടിയായിരിക്കണം പലരും ഈ കാര്യങ്ങൾക്കൊക്കെ അർഹമായ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത്. ഇങ്ങനെയുള്ള ധാരാളം മാതാപിതാക്കളെയും
അധ്യാപകരെയും അടുത്തറിയാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട്. അവരുടെ നിസ്സഹായ അവസ്ഥയെ മനസ്സിലാക്കാൻ അവസരം ലഭിച്ചിട്ടുമുണ്ട്. കുഞ്ഞുങ്ങളെ നല്ല ശിക്ഷണത്തിലും അറിവിലും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിലും വളർത്തി വലുതാക്കി ഉന്നതമായ നിലവിൽ എത്തിക്കുവാൻ ഓരോരുത്തരും പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു പരമ്പരയായി അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതൊന്നും ഭൂരിഭാഗം പേർക്കും പുതിയ അറിവുകളായിരിക്കണമെന്നില്ല. അതേസമയം കാണാതെ പോയതും വിസ്മരിച്ചു കളഞ്ഞതുമായ ചില അറിവുകളിലേക്കും അവയുടെ ഉൾക്കാഴ്ചകളിലേക്കും പുതിയ സമീപനങ്ങളിലേക്കും ഇവ വഴി നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം മക്കളാണ്. മക്കളുടെ ഗുണനിലവാരത്തിന് അനുസരിച്ചായിരിക്കും അവരിലൂടെ ലഭിക്കുന്ന പ്രതിഫലവും. ഓരോ മകനെയും മകളെയും അവരവരുടെ ലിംഗ പ്രായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂല്യവർദ്ധിത വ്യക്തികളായി വളർത്തി വലുതാക്കുക എന്നതനുസരിച്ച് അവരിൽ നിന്ന് തിരിച്ചു വിലയേറിയ നന്മ പ്രവർത്തികളും നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ മറിച്ച് ഒരു കുഞ്ഞും മോശം കുഞ്ഞായി ജനിക്കുന്നില്ല. അവരുടെ വംശപാരമ്പര്യവും ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നാഗരികതയും കുഞ്ഞുങ്ങളുടെ രൂപീകരണത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. അതിനാൽ തന്നെ വളർന്നു വരുന്ന അഥവാ വളർത്തിയെടുക്കുന്ന സാഹചര്യത്തിനാണ് ഏറെ പ്രാധാന്യം. ആ സാഹചര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഒന്നാമതായി മാതാപിതാക്കളാണ്, രണ്ടാമതായി അധ്യാപക സമൂഹവും. അധ്യാപക സമൂഹം എന്ന് പറഞ്ഞാൽ സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല, മറിച്ച് കുട്ടികളെ പുതിയ അറിവ് പഠിപ്പിക്കുന്ന ആരുമാകാം. അത്തരം എല്ലാ അധ്യാപകരെയും സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ മാതാപിതാക്കൾക്ക് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. അങ്ങനെയുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നന്നായി നിർവഹിക്കാൻ മാതാപിതാക്കളെയും അതോടൊപ്പം അധ്യാപകരെയും സഹായിക്കാൻ ഈ പരമ്പരയിലെ ചിന്തകൾക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും. ഇനി മുതൽ എല്ലാ ഞായറാഴ്ചകളിലും ഈ ചിന്തകളായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് കൂടി ഇത് ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.